വേസ്റ്റ് വെറക്കണ വണ്ടിയല്ലോ. ഞങ്ങൾ നിൽക്കണിപ്പോൾ മേച്ചേരിയിലാണ്. ജസ്റ്റ് ഒരു ഒഗനക്കൽ യാത്രയാണ് വന്നുള്ളൂ. കടക്ക് ഓപ്പൺ ആവണുള്ളൂ. ഒരു ഹോട്ടൽ അന്വേഷിച്ച് കിടക്കണേ ഞങ്ങള്. തക്കാളി, വഴുതനങ്ങ, റോഡ് സൈഡ് കച്ചവടം ചെയ്യുന്ന ടീമുകൾ കേട്ടോ. രസമായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒഗനക്കൽ യാത്രയാണ്. ഇപ്പോൾ സേലം രാത്രി വന്ന് ഇറങ്ങി. എന്നിട്ട് ഇവിടുന്ന് മേച്ചേരി, സേലത്തു നിന്ന് മേച്ചേരിയിലേക്ക് ബസ് കയറി. എന്നുവെച്ചാൽ ഒഗനക്കലേക്ക് നേരിട്ട് ബസ്സില്ല. മേച്ചേരി ഇറങ്ങിയിട്ട് ഇവിടുന്ന് ബസ് വെച്ച് പോകണം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മേച്ചേരി നിന്ന് കറങ്ങിയൊക്കെയാണ്. ഇപ്പോൾ രാവിലെ കണ്ടില്ലേ ഫ്രൂട്ട്സ്, നല്ല തക്കാളിയാണ്. അവിടെ തക്കാളി. ഇവിടെ റോഹിത് ഉണ്ട് ആൻഡ് വിഷ്ണു. ലോഡ് ഇറക്കാനല്ലോ. ഇതൊക്കെ രാവിലത്തെ മാർക്കറ്റുകളാണ്. നല്ല ആടുണ്ടല്ലോ, ജോഡികളാ. തക്കാളി സമൃദ്ധിയായിട്ട് അവിടെ എന്നെ അടിച്ചു വൃത്തിയാക്കണിട്ട് തൂത്ത് വൃത്തിയാക്കണം. നീറ്റാണ് അവിടെ. സേലം പോലെ അല്ല. എന്നുവെച്ചാൽ സേലം രാത്രി ജാതി സ്മെല്ലായിരുന്നു. പുഴമീന് എട്ടാ മീൻ പിടിക്കണ മീനാവും. എൻ്റെ അമ്മോ, ഇത് പുഴ മീനാ. ഇവിടെ പുഴയുണ്ടായിരുന്നു പിടിക്കണല്ലോ. അമ്പലം ചെറുതാടാ. ആ ഒരു ലോങ്ങൊരു അമ്പലം കണ്ടു. മേച്ചേരി ഒരു അമ്പലമാണ്. ജസ്റ്റ് ഒന്ന് കാണാം. നല്ല രസമുണ്ട് കാണാം. ആടിനെ തലയല്ലേ അത്. ചിലപ്പോൾ സൂപ്പ് ഉണ്ടാക്കാം. അവിടെ കഴുകിയെടുക്കണ്ടല്ലോ ആടിനെ. തീ കത്തുകണ്ടില്ലേ. ആടിന്റെ തല തീയിട്ട് ചുട്ടെടുക്കുക, എന്നിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല ചൂടാ. കരുവാന്മാര് തീ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയുള്ളത്. വാഷ് ചെയ്തെടുക്കാണ്. തീയിലിട്ട് ചുട്ടിട്ട് വാഷ് ചെയ്തെടുക്കുക. തീയിട്ട് ചുടുന്ന അറിയില്ല. സൂപ്പ് തന്നെ. ഇവിടെ ചെയ്ത് ചുടണുണ്ട്. എന്താ അല്ലേ. ഈ കാണുന്ന മേച്ചേരി സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിന്റെ പരിസരമാണ്. ഞങ്ങളുടെ ഹോട്ടൽ നോക്കണം. അവിടെ നേരെ ഉണ്ടല്ലോ ഹോട്ടല്. ചായക്കട തോന്നുന്നല്ലേ. ഇവിടെ ഹോട്ടൽ അന്വേഷിക്കണില്ല. ഭക്ഷണം കഴിക്കണം. ഞങ്ങളാരും ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ഒഗനക്കലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഫുഡ് കിട്ടിയെന്ന് വരില്ല. നല്ല വൃത്തിയുള്ള ഏരിയ ഉണ്ടാവും. ബ്ലീച്ചിങ് ഒക്കെ നല്ല നീറ്റാക്കുന്നുണ്ട്. മാർക്കറ്റ് ഏരിയ. ആടും മീനും കോഴിയും ഒക്കെ ഏരിയകൾ. അവിടെ ഒരു പൊറോട്ടയുടെ അത് കടാണ്ടുണ്ട് ഹോട്ടല്. പൊറോട്ട കഴിക്കാം. തമിഴ്നാട് പൊറോട്ട. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഹോട്ടൽ ഓപ്പണായി വരണുള്ളൂ. ചെറുകടി ഉണ്ട് കഴിക്കണ. ചായ ഇതൊക്കെ ഒന്നാവില്ലല്ലേ. പിച്ചളയുടെ ചായച്ചമ്പാണ്. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. എല്ലാ സൈഡിലും ഇവിടുന്ന് വെള്ളം കളക്ട് ചെയ്യുന്നത്. കുടിക്കുന്ന വെള്ളം തോന്നുന്നു. പൂമാലകളും തന്നെ. ബസ് സ്റ്റാൻഡ്. ഇവിടുത്തെ ഓട്ടോറിക്ഷ കേട്ടോ മഞ്ഞ കളറാണ്. രസമുണ്ട് കാണാൻ. ആ റോഡിൽ കുഴി. തമിഴ് റോഡ് കുഴിയുണ്ട്. ഇത് ബസ് സ്റ്റോപ്പാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഞങ്ങക്ക് ഭക്ഷണം ഒന്നും കിട്ടുന്നില്ല. അല്ല ഇഡ്ഡലി ഉള്ളത്. പൊറോട്ട അവഴി പോയി. പക്ഷെ ഹോട്ടലിൽ അന്വേഷിച്ചിട്ട് നോക്കിയില്ല. നമുക്ക് ഹോട്ടലിൽ നോക്കി നോക്കാം. അല്ല വന്ന വഴി നേരെ പോയി. അങ്ങോട്ടാ പോയി. ഈ വഴി പോയിട്ടില്ല. നമുക്ക് അങ്ങോട്ട് കിടക്കാം. റോഡ് ക്രോസ് ചെയ്യാം. ഞങ്ങളൊരു കാലിച്ചായ കുടിക്കാന്ന് വെച്ചു. ഇവിടെ ഹോട്ടലൊന്നുമില്ല. ബാർബർ ഷോപ്പിൽ കയറി മുടി വെട്ടാൻ വേണ്ടിട്ട് ആൾക്ക് മുടി വെട്ടാൻ അറിയില്ല എന്ന്.
എന്താല്ലേ ചായ പിടിച്ചോ ചായ ബിസ്ക്കറ്റ് ചായ കുടിക്കണം. ഒരുമിച്ചിരിക്കുക, രണ്ടാളെന്തായാലും മാറി മാറി ഇരിക്കണം. ഓ ഇവിടെ കമ്പി ഉണ്ടല്ലേ, വിഷ്ണു ടൈറ്റ് ആവും. കുഴപ്പമില്ല. ഈ സ്ഥലത്തിന്റെ പേരെന്താ? മേച്ചേരി. ഓക്കെ. എന്താണത് കിടക്കണത്? എനിക്കിടാണ്ട് ബെല്ലാപുരം മേച്ചേരിയിൽ നിന്ന് ബെല്ലാപുരം. മുടി വെട്ടാനും. അപ്പോൾ നമ്മള് സേലത്ത് ഇറങ്ങി, സേലത്ത് നിന്ന് മേച്ചേരി വന്നു, മേച്ചേരിയിൽ നിന്ന് ബെല്ലാപുരത്ത് നിന്ന് വേണം ഒഗരക്കിൽ പോവാൻ. 3 ബസ് മാറിയിട്ടാണ് പോണത് കേട്ടോ. സംഭവം കുഴപ്പമില്ല, അടുത്തടുത്തായിട്ട് ബസ് കിട്ടുന്നുണ്ട്. അലയേണ്ടി ഒന്നുമില്ല അല്ലേ? എല്ലാം ചോദിക്കണതൊക്കെ ബസ്സിന്റെ മുന്നിലേക്ക്. നമ്മളെത്തി, ബസ് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ പെന്നാകരം ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിട്ടോ. ചായക്കട വീണ്ടും അന്വേഷിക്കണം, ഭക്ഷണമൊന്നും കിട്ടാനില്ല. നല്ല വെയില്. കച്ചവടക്കാര് വെയിലത്തിരുന്ന് കച്ചവടം ചെയ്യേ. നല്ല വൃത്തിയുള്ള സ്റ്റാൻഡും വൃത്തിയുള്ള റോഡും വൃത്തിയുള്ള പരിസരവും. സംഭവം അടിപൊളി കേട്ടോ. നല്ലൊരു ഗ്രാമാന്തരീക്ഷം. ടൗൺ എന്ന് പറയാം, പെന്നാകരം. വെറൈറ്റി ഫ്രൂട്ട്സുകളാണ് ഇവിടെ. ഇവിടെ മോരുണ്ടായാലും സംഭാരമൊക്കെ ഉണ്ട്. ഹോട്ടൽ മാത്രമല്ല, ഇവിടെ ഉണ്ടല്ലേ. നോക്കാം. ഇവിടെ ടൗണില് ഇറച്ചികൾ മാത്രമേ കിട്ടാനുള്ളൂ, ഭക്ഷണം കിട്ടാനില്ല. എവിടെ നോക്കിയാലും മട്ടനാണ്, മട്ടനും കോഴിയും. പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ അല്ലേ? അത് അതിന് വിൽക്കുന്ന കടല്ല, അത് കറി വെക്കുന്ന കടല്ല. ഇവിടുത്തെ ചെറു കച്ചവട കടകളൊക്കെയാണ്. ഉണക്കമീൻ, തക്കാളി, സബോള. എന്താ മോനെ ഇരുന്നിരുന്നു. നമ്മള് ദോശ റെഡിയാക്കുന്നുണ്ട്. കിട്ടിയില്ല. വിഷ്ണു ഒരു ബദാം മിൽക്ക് കഴിച്ചു. ബദാം ചായ 15 രൂപ കേട്ടോ ഒരു ചായക്ക്. ബദാം സാധാ ചായക്ക് 10 രൂപ. ഇരിക്കാൻ നല്ല തണല, നല്ല വെയില. ഇവിടെ വേറെ എന്തുകൊണ്ട് പനിയുണ്ട്. ഡിഫറൻ്റ് ആണ് മൊത്തത്തില്.